ഇന്നൽ ഹംദലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇൻ്റർനാഷണൽ സ്പീച്ച് കോൺടെസ്റ്റർ, മാന്യ ജഡ്ജസ്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മറ്റു ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ഫാത്തിമ മലപ്പുറം. വിശുദ്ധ ഖുർആനിലെ 54-ാം അധ്യായം സൂറ അൽ ഖമറിലെ ആവർത്തിച്ചു വരുന്ന ഒരു ആയത്തിനെ തദബ്ബുർ ചെയ്ത് സംസാരിക്കുവാനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത്. സൂറത്തുൽ ഖമർ മക്കയിൽ അവതരിച്ചതും 3 റുക്കൂകളിലായി 55 വചനങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ ഒരു അധ്യായമാണ്. ഇതിലെ ആദ്യ വചനത്തിൽ ചന്ദ്രൻ പിളർന്ന സംഭവം പരാമർശിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അൽ ഖമർ എന്ന് ഈ അധ്യായത്തിന് നാമകരണം ചെയ്യപ്പെട്ടത്. സൂറത്തുൽ ഖമറിൽ ചന്ദ്രൻ പിളർന്ന സംഭവവും അതിനെ നിഷേധിച്ചവർക്കുള്ള താക്കീതുകളും പൂർവ്വ സമുദായങ്ങൾ അള്ളാഹുവിനെ ധിക്കരിച്ചപ്പോൾ അവർക്ക് വന്നെത്തിയ ശിക്ഷകളും പ്രതിപാദിക്കുന്നു. ഞാൻ ആയത്തിലേക്ക് വരാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. വലഖദ് യസ്സർനൽ ഖുർആനിനെ നാം എളുപ്പമുള്ളതാക്കി, ലിദ്ദിക്രി ചിന്തിച്ചു മനസ്സിലാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഉത്ബോധനത്തിനു വേണ്ടി, ഫഹൽ മിൻ മുദ്ദക്കിർ എന്നാൽ അതിനെ ഉറ്റാലോചിക്കുന്നവരായി ആരാണുള്ളത്, അതിനെ ആലോചിച്ച് ചിന്തിച്ചു മനസ്സിലാക്കുന്നവരായി ആരാണുള്ളത് എന്നാണ് അള്ളാഹു ഉന്നയിക്കുന്ന ചോദ്യം. ഈ ചോദ്യം ഉന്നയിക്കപ്പെടുന്നത് നൂഹ് അലൈഹി ഇസ്ലാമയുടെ ജനതയുടെ ചരിത്രം പറഞ്ഞതിന് ശേഷമാണ്. അവർ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും ധിക്കരിച്ചപ്പോൾ അവർക്ക് വന്നെത്തിയ ശിക്ഷകളെ പരാമർശിച്ചതിന് ശേഷമാണ് അള്ളാഹു ഈ ചോദ്യം ഉന്നയിക്കുന്നത്. പിന്നീട് ഹൂദ് അലൈഹി ഇസ്ലാമയുടെയും സാലിഹ് അലൈഹി ഇസ്ലാമയുടെയും ലൂത്ത് അലൈഹി ഇസ്ലാമയുടെയും ജനതകൾക്കുണ്ടായ ശിക്ഷകളെ പരാമർശിച്ചതിന് ശേഷവും ഈ ആയത്ത് ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഈ ആയത്തിൻ്റെ പശ്ചാത്തലവും സന്ദർഭവും നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് മനുഷ്യനെ ഉത്ബോധനത്തിലേക്കും ഉപദേശങ്ങളിലേക്കും നയിക്കുവാൻ ഉള്ള ഒരു മാധ്യമമാണ് പൂർവ്വ സമുദായങ്ങൾക്ക് അവർ ധിക്കരിച്ചപ്പോൾ വന്നെത്തിയ ശിക്ഷകൾ. മറ്റൊരു മാധ്യമം ഉപദേശങ്ങളിലൂടെയും ഉത്ബോധനങ്ങളിലൂടെയും തെളിവുകളിലൂടെയും ഖുർആൻ നൽകുന്ന സന്മാർഗ ദർശനങ്ങളാണ്. എന്നാൽ ഖുർആനിൻ്റെ ഉത്ബോധനങ്ങൾ സ്വീകരിക്കുകയല്ലേ ശിക്ഷകൾ വന്നെത്തി അതിനെ അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത്? ശിക്ഷകൾ വന്നെത്തി പാഠം പഠിക്കുന്നതിനേക്കാൾ നല്ലത് ഉത്ബോധനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പാഠം പഠിക്കുന്നതല്ലേ? ഗുണപാഠങ്ങൾ അതിലൂടെ സ്വീകരിക്കുന്നതല്ലേ എളുപ്പം? അത് മനസ്സിലാക്കുവാൻ തന്നെ ഈ ഖുർആൻ വളരെ എളുപ്പത്തിലാണ്, മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലാണ് അവതരിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി അവതരിപ്പിച്ചു കൊടുത്ത ഈ വിശുദ്ധ ഗ്രന്ഥം ജനങ്ങളെ തെറ്റും ശരിയും ഏതെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു. അനാദികാലം മുതൽ അനന്തത വരെയുള്ള അഖിലാണ്ട മണ്ഡലത്തെയും ഉൾക്കൊള്ളുന്ന അതിവിപുലമായ ഒരു വിഷയ സമുച്ചയമാണ് ഈ ഖുർആൻ അവതരിപ്പിക്കുന്നത്. ഇതിൽ ധർമ്മം, നീതി, സത്യം, ന്യായം, വിശ്വാസം, ആരാധന, ഭരണം, നിയമങ്ങൾ തുടങ്ങി മനുഷ്യജീവിതത്തിൻ്റെ നിഖില വശങ്ങളെയും അനാവരണം ചെയ്തുകൊണ്ടാണ് ഇത് ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നത്. ഇത് ഒരു സമഗ്ര ജീവിത പദ്ധതിയാണ്. കൂടാതെ നശ്വരമായ ഈ ജീവിതത്തിൻ്റെ പരിണാമവും അതിൻ്റെ അവസാനവും തുടർന്ന് ഒരു പുനരുദ്ധാനവും അതിനെ തുടർന്ന് വിചാരണയും മറ്റൊരു ലോകത്തിൻ്റെ ആവിർഭാവവും ഉണ്ടെന്ന് നമുക്ക് സ്പഷ്ടമായി വിവരിച്ചു തരുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇതിനെ വേണ്ട വിധത്തിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമഹു. നിങ്ങളിൽ ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന്. ഇത് തന്നെയാണ് നമ്മുടെ വഴികാട്ടി, അതുതന്നെയാകണം നമ്മുടെ സന്ദേശവും. നാം ഈ ഖുർആനിനെ പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടത് മുസ്ലിങ്ങളെന്ന നിലയിൽ നമ്മുടെ ബാധ്യതയാണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നവനാസ്തികർ, പുരോഗമന ചിന്താഗതിക്കാർ, യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, എക്സ് മുസ്ലിംസ് എന്ന പേരിലെല്ലാം അറിയപ്പെടുന്ന ആളുകൾ ഇസ്ലാമിനെതിരെയും ഖുർആനിനും
അള്ളാഹുവിൻ്റെ റസൂലിനും അള്ളാഹുവിനുമെതിരെ പരിഹസിക്കുകയും ആക്ഷേപഹാസ്യങ്ങൾ ചൊരിയുകയും സോഷ്യൽ മീഡിയകളിലിരുന്ന് കണക്കറ്റ് പരിഹസിക്കുന്നതും കാണുമ്പോൾ നാം പ്രബോധകരായി നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുണ്ട്. ഈ ഖുർആനിനെ നെഞ്ചോട് ചേർത്ത് അതിൻ്റെ ആശയങ്ങൾ തുറന്നുകാട്ടി ജനങ്ങളിലേക്ക് ഇത് വേണ്ട വിധത്തിൽ എത്തിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ ഏറ്റെടുത്തുകൊണ്ട് അതിനെ പഠിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനും കഴിയുന്ന പ്രബോധകരാക്കി നാം ഏവരെയും മാറ്റട്ടെ. അള്ളാഹുവിൻ്റെ സത്യദീനിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുകയും അതിനെ ലോകത്ത് പടർന്നു പന്തലിക്കുവാൻ കളമൊരുക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെയും അള്ളാഹു ചേർത്ത് അനുഗ്രഹിക്കട്ടെ. ഈ ഖുർആനിനെ തദബ്ബുർ ചെയ്യുവാനും അതിൻ്റെ ആശയങ്ങൾ കടലോളം ആഴത്തിൽ പരന്നു കിടക്കുന്ന അതിൻ്റെ വിജ്ഞാനമുത്തുകൾ അതിൽ ഊളിയിട്ടിറങ്ങിയാൽ മാത്രമേ അതിൽ നിന്നും പെറുക്കിയെടുക്കാനാവൂ. ആ വിജ്ഞാനമുത്തുകൾ വാരിയെടുത്തുകൊണ്ട് അതിൻ്റെ ആ മാധുര്യം നുകർന്നുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ശോഭ ഏറ്റുവാങ്ങിക്കൊണ്ട് നമുക്ക് ജീവിക്കുവാൻ അള്ളാഹു ഏവർക്കും അനുഗ്രഹങ്ങൾ ചൊരിയുമാറാകട്ടെ. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.